ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അതായത് ഇപ്പോൾ എന്ത് വിശേഷം ആയിക്കോട്ടെ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ, ടീച്ചേഴ്സ് ഡേ എന്തോ ആയിക്കോട്ടെ, അപ്പോൾ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ കാർഡാണ്. സിമ്പിൾ ബട്ട് വെറൈറ്റി ആണ് കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള ഒരു കാർഡാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് കുറേ റിക്വസ്റ്റുകൾ വരുന്നുണ്ട് കേട്ടോ ഓരോ വീഡിയോ ചെയ്യാനായിട്ട്. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ, ഇവിടെ അടുത്തൊക്കെ കണ്ടെയ്ൻമെൻറ് സോണാണ്, പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തായാലും കുറേ പേര് ക്വാറന്റൈനിലൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ സാധനങ്ങളൊക്കെ കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട്, പുറത്ത് പോയി കടയിലൊക്കെ പോയി വാങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുവരെ എല്ലാവരും ഒന്ന് ക്ഷമിക്കാം കേട്ടോ. ആരും അതിനെ വിഷമമൊന്നും വിചാരിക്കരുത്. സാധനങ്ങൾ കിട്ടുന്നതിനനുസരിച്ചാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2 കളർ പേപ്പർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻസ് എടുക്കാം. ഞാനിവിടെ ബ്ലൂ പിന്നെ പിങ്ക് കളർ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് 13 സെൻറ്റിമീറ്റർ അളവിലാണ് കേട്ടോ, സ്ക്വയർ ഷേപ്പിൽ. ഇതാ നമ്മൾ ഇതേപോലെയാണ് മടക്കി കൊടുക്കേണ്ടത്. എന്നിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി ഈ ഒരു ഭാഗം നമുക്ക് നല്ല ഭംഗിയിലൊന്ന് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് വേറൊരു കളർ പേപ്പർ എടുക്കുക. അപ്പോൾ ഏത് കളറായാലും കുഴപ്പമില്ല കേട്ടോ. ഇത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ പാകത്തിനാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കുറച്ച് കട്ടിയുള്ള പേപ്പർ ആണെങ്കിൽ ഒന്നും കൂടി നല്ലത് കേട്ടോ. ഇപ്പം നമ്മൾ കല്യാണ കുറികളൊക്കെ കിട്ടുമ്പോൾ അതിൻ്റെ കാർഡൊക്കെ അത്യാവശ്യം കട്ടി ഉണ്ടായിരിക്കുമല്ലോ. അപ്പം അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ അതൊന്ന് കവർ ചെയ്തെടുത്താൽ മതി. നല്ല ഭംഗിയുള്ള പേപ്പറൊക്കെ ഒട്ടിച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. ഇനി നമുക്കൊരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കണം. ഞാനൊരു റോസ് ഫ്ലവറാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം ഫ്ലവർ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്, ഈ റോസ് ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. 2 വീഡിയോ ഉണ്ട്. അതുപോലെ തന്നെ ലീഫും നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ള കാരണം ഞാൻ വീണ്ടും പറയുന്നില്ല കേട്ടോ. അപ്പം നിങ്ങൾ അതേപോലെ ഉണ്ടാക്കിയാൽ മതി. അപ്പം ഞാൻ അതിൻ്റെ എല്ലാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം അതൊന്ന് പോയി കണ്ടു നോക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ കളർ പേപ്പർ ഉണ്ടല്ലോ, അതിൽ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒട്ടിക്കേണ്ടത്. ഞാനിവിടെ ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചിട്ട് അതിന്റെ മുകളിലായിട്ട് ഒട്ടിക്കുകയാണ് കേട്ടോ. സാധാരണ ഗം വെച്ച് ഒട്ടിച്ചാലും മതി. ഇനി ഇതിലാണ് നമ്മൾ വിഷ് ചെയ്യേണ്ടത്. നമുക്ക് എന്താണോ അവരോട് പറയാനുള്ളതെന്നൊക്കെ നമുക്കിതിൽ എഴുതാം. പിന്നെ നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വേണമെങ്കിൽ ഇതിൽ ഒട്ടിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് കട്ടിയുള്ള പേപ്പർ എടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും ചോക്ലേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പെന്നോ അതൊക്കെ നമുക്കിതിൽ ഒട്ടിച്ച് വെക്കാം. ഇനി ഇത് ഒന്ന് ഭംഗിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു റൗണ്ട് ഷേപ്പിൽ ഒരു പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് വിഷ് ചെയ്യാനുള്ളതൊക്കെ എഴുതാം. എന്നിട്ട് ഞാനിവിടെ സ്റ്റോൺ സ്റ്റിക്കർ എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്കൊന്നൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ സ്റ്റോൺ സ്റ്റിക്കർ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മുടെ കയ്യിൽ എന്താണ് നല്ല ഭംഗിയുള്ളതുള്ളത്, മുത്തുകളോ പേളുകളോ അല്ലെങ്കിൽ പഴയ ഉടുപ്പുമ്പോൾ നല്ല ഭംഗിയുള്ള ലേസുകളൊക്കെ ഉണ്ടായിരിക്കും, അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബർത്ത്ഡേ കാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബർത്ത്ഡേക്ക് മാത്രമല്ല, നമുക്ക് എന്തൊരു വിശേഷമാണെങ്കിലും ടീച്ചേഴ്സ് ഡേ ആണെങ്കിലും ഒക്കെ നമുക്ക് വിഷ് ചെയ്യാൻ പറ്റിയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാർഡാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചും കൂടി കട്ടിയുള്ള പേപ്പറാണ് നമ്മൾ ഉള്ളിൽ വെക്കുന്നതെങ്കിൽ അതിൽ നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റും കൂടി ഒട്ടിച്ച് വെക്കാം. പെന്നോ അല്ലെങ്കിൽ ചോക്ലേറ്റോ അതേപോലെ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകളുണ്ടല്ലോ, അത് നമുക്ക് ഒട്ടിച്ച് വെക്കാം. ഗേൾസാണ് കൊടുക്കുന്നതെങ്കിൽ കുഞ്ഞു കുഞ്ഞു സ്ലൈഡുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒട്ടിച്ച്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ മടിക്കാതെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതെല്ലാം നമ്മുടെ ഫ്രണ്ട്സ് വീഡിയോസ് കണ്ട് ട്രൈ ചെയ്തിട്ട് അയച്ചു തന്നിട്ടുള്ള പിക്ചേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മെയിൽ ഐ ഡിയിലേക്കാണ് ഞാൻ ഇവിടെ സൈഡിൽ കാണിക്കുന്നുണ്ട്. മെയിൽ ഐ ഡിക്കാണ് നിങ്ങൾ പിക്ചേഴ്സൊക്കെ അയച്ചു തരേണ്ടത്. അപ്പോൾ ഇതുപോലെ ഞാൻ വീഡിയോസിൽ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.